ജപ്തി നടപടി തടയാൻ ഭിന്നശേഷിക്കാരനായ കുട്ടിയുമായി ബാങ്കിന് മുൻപിൽ കുടുംബത്തിന്റെ പ്രതിഷേധം. കീഴ്മാട് ചാലക്കൽ സ്വദേശി കുഴിക്കാട്ടുമാലി വൈരമണിയും കുടുംബവുമാണ് ആലുവ അർബൻ സഹകരണ ബാങ്കിന് മുൻപിൽ പ്രതിഷേധിച്ചത്. ആലുവ അർബൻ സഹകരണ ബാങ്കിൽ നിന്നും 8 വർഷം മുൻപാണ് വൈരമണി 10 ലക്ഷത്തോളം രൂപ വായ്പയെടുത്തത്. എന്നാൽ വായ്പ പൂർണ്ണമായും തിരിച്ചടക്കാത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെയാണ് പോലീസ് സഹായത്തോടെ കുടുംബത്തെ പുറത്താക്കി വീട്ടുസാമഗ്രികൾ പുറത്തിട്ട് വീട് മുദ്രവെച്ചത്. 1 വർഷം മുമ്പ് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരം അഡ്വക്കേറ്റ് കമ്മീഷൻ ജപ്തി ചെയ്തിരുന്നുവെങ്കിലും അൻവർ സാദത്ത് MLA ഇടപെട്ട് വീട് തുറന്നു നൽകിയിരുന്നു. 2017 വായ്പ എടുത്തിരുന്ന വീരമണി 2020 ശേഷം മുതലോ പലിശയോ തിരിച്ചെടുത്തിട്ടില്ലെന്നും ഇത് ഇടപെട്ടവരെയെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. 2017 10 ലക്ഷം രൂപയാണ് വായ്പയെടുത്തത്. 10 ലക്ഷത്തോളം രൂപ വായ്പ എടുത്ത ശേഷം 5.36 ലക്ഷം രൂപയാണ് 1 വർഷം മുൻപ് വരെ വൈരമണി തിരിച്ചടച്ചതെന്നാണ് മുൻപ് ജപ്തി ചെയ്തപ്പോൾ ബാങ്ക് അധികൃതർ പറഞ്ഞത്. 2020 ശേഷം തിരിച്ചടവ് ഉണ്ടായിട്ടില്ല. 2021 അടയ്ക്കേണ്ട തുക 8.57 ലക്ഷം എത്തിയതോടെ ബാങ്ക് നോട്ടീസ് അയക്കുകയും നടപടിയൊന്നുമില്ലാത്തതിനാൽ 2022 ബാങ്ക് കോടതിയെ സമീപിക്കുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് വസ്തു കൈവശമെടുത്ത് ബാങ്കിനെ കൈമാറുന്നതിനായി അഡ്വക്കേറ്റ് കമ്മീഷനെ നിയമിച്ചത്. 2023 ഓഗസ്റ്റ് മാസം വീടും സ്ഥലവും ജപ്തി ചെയ്തെങ്കിലും വൈരമണി സർക്കാർ സീലുകൾ നശിപ്പിച്ച് വീണ്ടും വീട്ടിൽ താമസം ആരംഭിച്ചു. ബാങ്ക് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് വൈരമണിക്കെതിരെ അന്ന് കേസെടുത്തിരുന്നു. ഇതിനുശേഷം വീണ്ടും കോടതിയെ സമീപിച്ച് അഡ്വക്കേറ്റ് കമ്മീഷനെ നിയമിക്കുകയും 2024 ഒക്ടോബറിൽ ജപ്തി നടപടികൾ പൂർത്തിയാക്കുകയുമാണ് ഉണ്ടായത്. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.